നരേന്ദ്രമോദി കാപ്പ് കുടിക്കാൻ വിളിച്ചവൻ പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി നിങ്ങൾക്ക് സംശയിക്കണ്ട, ഒറ്റയ്ക്കൊന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിലൊന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലൊരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലെത്തിയത് മുതൽ വിഘടിപ്പിച്ച് പരിപ്പിക്കുക എന്ന ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ അതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പം മതത്തിൻ്റെ പേരിൽ വിഭജിക്കുക എന്നുള്ളതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ച് നമ്മളെ തമ്മിലടിപ്പിച്ചും ഈ രാജ്യത്തെ ദുർബലമാക്കി ഭരിക്കുക എന്ന ലക്ഷ്യമാണ് BJP ഗവൺമെൻറ് അനുവർത്തിച്ചു വരുന്നത്. ഓരോ മേഖലയിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന RSS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം നിയോഗിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനം അന്ന് മുന്നോട്ട് വെച്ച ആശയങ്ങൾ, 100 വർഷങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമേ BJP സർക്കാരിനുള്ളൂ. ഘട്ടം ഘട്ടമായി അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ, RSS നിർദ്ദേശിച്ച കാലത്തിന് അനുസൃതമല്ലാത്ത 100 വർഷങ്ങൾക്ക് മുമ്പ് അവർ വിഭാവനം ചെയ്ത ആശയങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നത്. 100 വർഷം മുമ്പ് അവർ കണ്ട ആശയമാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയിരുന്ന രാഷ്ട്രത്തിൻ്റെ ധീരദേശാഭിമാനികളായ സമര നേതാക്കൾക്ക് ഒപ്പം നിൽക്കാതെ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് അവർ സ്വപ്നം കണ്ട സ്വാർത്ഥത നിറഞ്ഞ വർഗീയമായ 100 വർഷം മുമ്പുള്ള കാഴ്ചപ്പാടാണ് ഈ വർഷങ്ങളിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനി നടപ്പിലാക്കാൻ പോകുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് പൗരത്വ നിയമം. ഇന്ത്യയിലെ പൗരത്വ നിയമത്തെപ്പറ്റി ചോദ്യം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായ നീക്കം ആ കരിനിയമത്തിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. കർഷകരുടെ സമരം, കർഷകർക്കെതിരെയുള്ള സമര നീക്കം, അവരുടെ നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണം ഈ രാജ്യത്തെ കർഷകനെ അടിച്ചമർത്തി കുത്തക കമ്പനികളുടെ അടിമകളാക്കി മാറ്റുവാനുള്ള, അവരുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് ജീവിക്കുന്ന സാധുക്കളാക്കി മാറ്റാനുള്ള, ദരിദ്രനെ കൂടുതൽ ദരിദ്രനാക്കി മാറ്റാനുള്ള, കർഷകനെ ചൂഷണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നിയമനിർമ്മാണമാണ് കർഷകർക്കെതിരെ കർഷക നിയമം കൊണ്ടുവന്നത്. വെറും പണക്കാർക്ക് വേണ്ടി, റിലയൻസും അദാനിയും പോലുള്ള കുത്തക കമ്പനികൾക്ക് കർഷകൻ്റെ നിയന്ത്രണം പരിപൂർണമായി വിട്ടുകൊടുക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമമാണ് അവിടെ, ഒരു കരിനിയമമാണ് അന്ന് അവതരിപ്പിച്ചത്. ആ നിയമത്തിനെതിരെ മാസങ്ങളോളം നീണ്ടുനിന്ന കോവിഡിൻ്റെ മഹാമാരിയുടെ ഇടയിലും പോരാടി കർഷകൻ വിജയിച്ചു. അന്നാണ് കർഷകൻ്റെ ശക്തി ഇന്ത്യ ഭരിക്കുന്ന BJP മനസ്സിലാക്കിയത്. അതുപോലെ തന്നെയാണ് പൗരത്വ നിയമം വന്നു. പൗരത്വ നിയമത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ നിയമവുമായി വന്ന ദിവസം തന്നെ വ്യക്തമായ തീരുമാനമെടുക്കുകയും അതിൻ്റെ സമരം ആരംഭിക്കുകയും ചെയ്തു. നമ്മളറിയാം, തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ സർവ്വകക്ഷികളെയും സർവ്വവിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത് ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം സംഘടിപ്പിച്ചു. ആ സമരത്തിൽ പങ്കാളികളാകാൻ പ്രതിപക്ഷത്തെയാണ് ആദ്യം ക്ഷണിച്ചത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തോട് ഈ കരിനിയമത്തിനെതിരെ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പോരാടാം, അതിൻ്റെ ഒരു സമരത്തിനായി ക്ഷണിച്ചപ്പോൾ ഞങ്ങളില്ല എന്ന അഭിപ്രായമാണ് കോൺഗ്രസും UDFും സ്വീകരിച്ചത് എന്ന് മറക്കരുത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് എന്നും മനസ്സിലാൾ ആഗ്രഹിച്ചു, മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് സംവരണം. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ആവശ്യപ്പെടുന്നതാണ്. മന്നത്ത് പത്മനാഭനെ പോലുള്ളവർ ആവശ്യപ്പെട്ടിരുന്ന ഒരാവശ്യമാണ്. പാവപ്പെട്ടവർ, ബ്രാഹ്മണരാകട്ടെ നായരാകട്ടെ, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു സംവരണം വേണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യം ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ച് അത് നടപ്പിലാക്കിയത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാരാണ് എന്ന് മറക്കരുത്. മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് ദോഷമുണ്ടാകാതെ ആ സംവരണം അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. അതിനോട് കോൺഗ്രസ് പൊരുത്തപ്പെട്ടില്ല. കാരണം കോൺഗ്രസിന് ഇതിനു മുമ്പ് ഭരണം ഉണ്ടായിരുന്നല്ലോ, ചെയ്യാമായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. പക്ഷേ ആവശ്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ സ്വപ്നം, മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവർ, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവർക്കും 10% സംവരണം നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യ ഗവൺമെൻറ്റും മുന്നോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ശ്രദ്ധിക്കുന്നു. ഇവിടെ പൗരത്വ നിയമം വന്നു. പൗരത്വ നിയമം കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചിലർ ചോദിക്കും. പൗരത്വ നിയമം നടപ്പിലാക്കാനാണെങ്കിൽ അത് ആദ്യം നടപ്പിലാക്കേണ്ടത് തമിഴ്നാട്ടിലാണ്. ഈ അടുത്ത കാലത്ത് MK സ്റ്റാലിൻ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ ധാരാളമായി ശ്രീലങ്കയിലേക്ക് പോയിരുന്നത്. ആ ശ്രീലങ്കയിൽ നിന്ന് അവർ മടങ്ങി വന്നു. സിംഹളരുമായുള്ള ഏറ്റുമുട്ടലിൽ അവിടെ നിൽക്കാൻ കഴിയാതെ തിരിച്ചു വന്ന ആദ്യ ഘട്ടത്തിൽപ്പെട്ടവരെയാണ് കൊല്ലം ജില്ലയിലെ
പുനലൂരിൽ കൊണ്ടുവന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ഉണ്ടാക്കി അവരെ ഇവിടുത്തെ പൗരന്മാരാക്കി ഇവിടെ ജീവിക്കാൻ അവസരം കൊടുത്തു. ഇന്നും സിലോണിൽ നിന്ന് ഓടി വന്നവർ മണ്ഡപത്തും രാമേശ്വരത്തുമുള്ള ക്യാമ്പുകളിൽ കിടക്കുകയാണ്, അഭയാർത്ഥി ക്യാമ്പുകൾ കിടക്കുകയാണ്. ഇവരെ ഹിന്ദുത്വത്തെ പറയുന്ന ഇവർ BJP ആദ്യം ചെയ്യേണ്ടത്, അവർ ഹിന്ദുക്കളല്ലേ, അതിൽ ക്രിസ്ത്യാനികളില്ലേ, അവർക്കെന്തുകൊണ്ട് തമിഴ്നാട്ടുകാരായ സിലോണിൽ പോയി ജോലി ചെയ്ത് അവിടെ ജീവിച്ച് അവിടെ നിവൃത്തിയില്ലാതെ നാട് വിട്ടു വന്നവരെ ഇന്നും അഭയാർത്ഥികളായി സൂക്ഷിക്കുമ്പോൾ ഈ പൗരത്വ നിയമത്തിൽ എന്തുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തില്ല? അഫ്ഗാനിസ്ഥാനിൽ നിന്നും ചില രാജ്യങ്ങളാണ്, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവർക്കെല്ലാം പൗരത്വം കൊടുക്കാം. അനേക വർഷം മുമ്പ് ഇവിടെ വന്ന് ജീവിച്ചവരുണ്ട്, ഈ രാജ്യത്തിന് വേണ്ടി പട്ടാളത്തിൽ ചേർന്ന് ജോലി ചെയ്തവരുണ്ട്, പട്ടാളത്തിൽ ചേർന്ന് വീരമൃത്യു മരിച്ചവരുണ്ട്. അവരും അവരുടെ കുടുംബാംഗങ്ങളും മരിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ സേവനം നടത്തി ഇന്നും ജീവിച്ചിരിക്കുന്ന പല എക്സ് സർവീസ്മെൻ, അവർക്ക് വിമുക്ത ഭടന്മാർക്കും ഈ കണക്കെടുത്ത് വരുമ്പോൾ ഇന്ത്യയിൽ പൗരത്വം ഉണ്ടാവില്ല. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചവരുടെ അച്ഛനമ്മമാർ ആരെന്ന് ചോദിച്ചാൽ അവർക്ക് ഇവിടെ പൗരത്വം ഉണ്ടാവില്ല. ധീരന്മാരായ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവില്ല. ഇവിടെ എന്താ വേറൊരു നിയമം കൊണ്ടുവന്നു. പട്ടാളത്തിൽ നിങ്ങൾ വളരെ അപകടത്തോടെ കാണണം, പട്ടാളത്തിൽ ആളെ എടുക്കുന്നതിന് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. സ്ഥിരമായി ഇനി ആളെ എടുക്കുന്നില്ല പട്ടാളത്തിൽ. അവിടെ അഗ്നിവീർ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ എടുക്കുകയാണ്. 18 വയസ്സായ ചെറുപ്പക്കാരെ എടുക്കുകയും അവർക്ക് ആയുധ പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പട്ടാളത്തിൽ എടുക്കുന്നു, 5 വർഷമേ സർവീസ് ഉള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ അതിൽ 25% ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ ജോലി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം 100 പേരെ എടുത്താൽ 25 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് സംവരണ നിയമമില്ല, സംവരണ തത്വങ്ങൾ മാറിയിട്ടില്ല, അതിന് റിസർവ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവരെ 5 വർഷം കഴിയുമ്പോൾ ആയുധ പരിശീലനം, പട്ടാളത്തിൻ്റെ ആയുധ പരിശീലനം അടക്കം പരിശീലിപ്പിച്ച് പുറത്തേക്ക് വിടുകയാണ്. 100ൽ 25 പേർക്ക് ജോലി കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ബാക്കി 75 പേർ എന്നാ പണിക്ക് പോകും? ഇപ്പം നമ്മൾ പട്ടാളത്തിൽ ചേർന്നാൽ എന്താണ്, 20 വർഷം 22 വർഷം സേവനം നടത്തിയതിന് ശേഷം, ഈ രാജ്യത്തെ സേവിച്ചതിന് ശേഷം, ഈ രാജ്യത്തോട് കൂറുള്ളവരായി, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരായി, വിമുക്ത ഭടന്മാരായി വിരമിക്കുന്നവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ ജീവിതം ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും എയർഫോഴ്സിലുമായി ഈ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ് വിമുക്ത ഭടന്മാർ. നാളത്തെ വിമുക്ത ഭടന്മാരാരാ? 5 കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങുന്ന രക്തത്തിളപ്പുള്ള 10-24 വയസ്സുള്ള ചെറുപ്പക്കാർ ഇറങ്ങുന്നു. എന്താ പണി? ഒരു പണിയില്ല. എന്താ പണി? വാച്ചറ പണിയുണ്ട്. അതല്ലാതെ എന്താ പണിയുള്ള? ഒരു പണിയില്ല. 25% സംവരണം ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയെന്നറിയില്ല. ഇവിടെ സംസ്ഥാന സർക്കാരിലാണോ കേന്ദ്ര സർക്കാരിലാണോ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. കൊടുക്കുമെന്നാ പറയുന്നത്. ഇവർ പുറത്തിറങ്ങുമ്പോൾ തൊഴിലില്ലാത്ത ഈ ആയുധ പരിശീലനം നേടിയ, തോക്കടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചവരെ RSS ഉപയോഗിക്കില്ല എന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇന്ത്യയിലെ പൗരന്മാർക്ക്? ആരെങ്കിലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നോക്കാലോചിച്ച് നോക്കൂ. കറക്റ്റല്ലേ? ഇതിൻ്റെ അപകടം മനസ്സിലാക്കണം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, 10-24 വയസ്സുണ്ട്, ആയുധ പരിശീലനമുണ്ട്, കായിക പരിശീലനമുണ്ട്. ഈ നല്ല ആരോഗ്യമുള്ള ശരീരവും ഈ ആയുധ പരിശീലനത്തിൻ്റെ അറിവും വെച്ചോണ്ട് എന്നാ പണിക്ക് പോകും? വിറക് കൊട്ടാൻ പോവോ? അതോ കുളം കുഴിക്കാൻ പോവോ? അവരെ ഉപയോഗപ്പെടുത്തും. ഇതാണ് നാസികളുടെ ജർമ്മനിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം നാസികൾ ഉപയോഗിച്ച അതേ അടവാണ്. നാസി പാർട്ടി രൂപീകരിച്ച ഹിറ്റ്ലറും കൂട്ടരും ആദ്യം ചെയ്ത് ചെറുപ്പക്കാരുടെ ഒരു ആയുധ സംഘടന ഉണ്ടാക്കുകയാണ്. ആ ആയുധ സംഘടന ജൂതന്മാരെ വംശഹത്യ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അവരുടെ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വീടുകൾ ഇതെല്ലാം ആക്രമിക്കുകയാണ്. ഒടുവിൽ ഈ അക്രമത്തിൻ്റെ അവസാനം വംശീയത പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ ഈ ഒരു വിഭാഗത്തെ ഔദ്യോഗിക ആർമിയാക്കി മാറ്റുകയാണ്. അവരാണ് പിന്നെ നാസികളുടെ ആർമിയായി മാറുന്നത്. അവരാണ് SS. അവർ വന്നിട്ട് എന്ത് ചെയ്തു? അവരെ ജൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി കൊല ചെയ്തു. ജൂതവംശം അവസാനിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരന്മാരെ പിടിച്ചുകൊണ്ട്, അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ജർമ്മൻ പ്രദേശങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും അതിക്രൂരമായി വിഷവാതകം കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും ജൂതന്മാരെയും കൊന്ന് ഹിറ്റ്ലർ വംശഹത്യ നടത്തിയെന്ന് മറക്കരുത്. അതിലേക്കല്ലേ ഇന്ത്യ പോകുന്നതെന്ന് ചിന്തിക്കൂ. ആരോഗ്യവും ആയുധ പരിശീലനമുള്ള ഈ ചെറുപ്പക്കാർ സമൂഹത്തിലേക്ക് തൊഴിലില്ലാത്തവരായി ഇറങ്ങിയാൽ ഇവരെ ആരെല്ലാം ഉപയോഗിക്കും? കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ആക്രമണം നടത്തേണ്ടവരും ഇവരെ ഉപയോഗിക്കില്ലേ? കാരണം അവർക്ക് ജീവിക്കണ്ടേ? മണ്ണ് വാരിച്ചൊന്ന് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. പച്ചില പറിച്ചെന്ന് ജീവിക്കാൻ പറ്റും? പുല്ല് പറിച്ചെന്ന് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവർക്ക് ജീവിക്കണം. അപ്പം ജീവിക്കാൻ പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്തരം ആളുകളെ
ഈ സമൂഹത്തിൽ ദോഷകരമായി ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കണം. ഇത് വലിയൊരു ഗൂഢാലോചനയാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഗൂഢാലോചന. RSSകാർ നിക്കറിട്ട് വടിയുമായി നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും ആയുധം പിടിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ പരിഷ്കാരം. ഈ പരിഷ്കാരത്തിൻ്റെ അപകടം നമ്മൾ അങ്ങനെ ഓരോ പരിഷ്കാരവും. പൗരത്വ നിയമം, ഇന്ത്യയിലെ ഭരണഘടന പറയുന്നുണ്ട്, ഒരു മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടി, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഒരു നിയമനിർമ്മാണമോ ഒരു സംസ്ഥാന സർക്കാരോ ഒരു കേന്ദ്ര സർക്കാരോ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നത് എന്താണ്? ഗൾഫിൽ ഇപ്പോൾ BJP-കാരൻ പറയുന്നത് ഗൾഫിൽ ആർക്കെങ്കിലും പൗരത്വം കൊടുക്കുമോ? ഗൾഫിൽ ആർക്കും പൗരത്വം കൊടുക്കത്തില്ല. കേരളത്തിലുള്ള പല മലയാളി ചെറുപ്പക്കാരും എനിക്കറിയാവുന്ന കുട്ടികൾ അവിടുത്തെ ഗൾഫിലുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, മുസ്ലിം കുട്ടികൾ തന്നെ. ഈ പയ്യന്മാർ അവിടെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ്റെ കുഞ്ഞിന് പൗരത്വമുണ്ട്, പക്ഷെ അവന് കൊടുക്കില്ല. അവൻ അവിടെ ഉള്ളവർക്കേ കൊടുക്കുള്ളൂ. കാരണം അവിടെ കല്യാണം കഴിച്ചു കൊണ്ട് ഇപ്പോൾ ഒരു പെണ്ണിനെ അവിടെ ചെന്ന് കല്യാണം കഴിച്ചു, അതിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവിടെ പൗരത്വം വാങ്ങിച്ച് അവളെ അങ്ങ് മൊഴിയൊല്ലിയാൻ എന്തോ ചെയ്യും? അതുകൊണ്ട് അവിടെ കൊടുക്കുകയില്ല, അത് അവിടെ തയ്യുമാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നരേന്ദ്രമോദി എന്ന നേതാവിന് ലജ്ജയുണ്ടോ അബുദാബിയിൽ പോയി അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ? ആരാ പോയതെന്ന് ആലോചിക്കണം. ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിഞ്ഞത് പൂജ കഴിഞ്ഞാൽ ഉടനെ നേരെ പോയത് ഒരു മുസ്ലിം രാജ്യത്തെ രാജാവ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച അമ്പലത്തിൻ്റെ പൂജാരിയായിട്ടാണ് നരേന്ദ്രമോദി പോയതെന്ന് ആലോചിക്കണം. ഈ രാജ്യത്തില്ലാത്ത മതേതരത്വം അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെയുണ്ട്. നിങ്ങൾ ഗൾഫിൽ പോയി നോക്കണം. ഗൾഫിൽ ചെന്ന് നോക്കിയാൽ ജൂതൻ്റെ സിനഗോഗും മുസ്ലിമിൻ്റെ ദേവാലയവും ഹിന്ദുവിൻ്റെ ദേവാലയവും സിഖുകാരുടെ ഗുരുദ്വാരും എല്ലാം ഒരേ കെട്ടിടത്തിൽ കാണാം, ഒരേ സ്ഥലത്ത് തന്നെ, അടുത്തടുത്താണ്. ഓർത്തഡോക്സ് പള്ളിയുടെ ചർച്ച്, കത്തോലിക്കരുടെ, മർത്തോമക്കാരുടെ, കേരളത്തിൽ നിന്ന് പോയ മർത്തോമ ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച്, ഇതെല്ലാം നിൽക്കുന്ന ഒരേ സ്ഥലത്താണ് ദുബായിൽ. ഷാർജയിൽ ഒരു വശത്ത് അമ്പലത്തിൽ മണിയടിക്കുമ്പോൾ തൊട്ടമതിലിൽ വാങ്ക് വിളിക്കുന്ന കേൾക്കാം. മതിലില്ല കേട്ടോ, ഇടയിൽ മതിലില്ല. മതിലുകളൊക്കെ ഇവിടെയാണ് കൂടുതലും. നമ്മൾ ചവറയിലൊക്കെ മതിലുകൾ കുറവായിരുന്നു, ഇപ്പം മതിലുകൾ ഒരുപാട് വന്നു. പണ്ട് ഈ പ്രദേശത്തൊന്നും മതിലില്ലല്ലോ, എല്ലാവരും വേലിയുണ്ട്, നടന്നു പോകും, എല്ലാവരും ഒരു കുടുംബമാണ്. ഇപ്പം നമ്മൾ മതിലുകൾ കെട്ടി തിരിക്കുകയാണ്. നമ്മളെ മതത്തിൻ്റെ മതിലുകൾ കെട്ടി തിരിക്കാനിരിക്കുന്ന ഒരു ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കണം. ആര് ശബ്ദിക്കണം? കേരളത്തിലെ ജനങ്ങൾ ശബ്ദിക്കണം. കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ മലമറിക്കും എന്ന് പറഞ്ഞു ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ്. എന്തിനാമെന്ന് മത്സരിച്ച കേരളത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ എവിടെ മത്സരിച്ചാലും BJP-കാരനുമായിട്ട് മത്സരിച്ചാൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ വന്ന് CPI സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുക. കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിന് ഏറ്റവും അധികം വോട്ട് ഉള്ള, മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കായ വയനാടിൽ 3 നിയോജകമണ്ഡലം മാത്രമേ വയനാട്ടിലുള്ളൂ, ബാക്കി മുഴുവൻ മലപ്പുറത്താണ് കിടക്കുന്നത്. മുസ്ലിം ലീഗിന് അമിതമായ സ്വാധീനമുള്ള സ്ഥലത്ത് വന്ന് ഏകപക്ഷീയമായ വിജയം കൈവരിക്കാൻ വരികയാണ്. ഷുവർ ജയിക്കണം. എന്നാൽ അതേസമയം അദ്ദേഹം അമേഠിയിൽ മത്സരിച്ചു, തോറ്റല്ലോ. ഇപ്പം അമേഠിയിലും റായ്ബറേലിയിലും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിച്ച 2 സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്ന് അറിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇന്ത്യയിൽ അധപ്പതിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആര് മത്സരിക്കണം? ഇപ്പൊ കൊല്ലത്ത് ആര് മത്സരിക്കണം എന്ന് LDF ആലോചിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി പറഞ്ഞു മുകേഷ് മത്സരിക്കട്ടെ. മുകേഷ് സ്ഥാനാർത്ഥിയായി. മുകേഷ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നത്? നരേന്ദ്രമോദിയുടെ ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ നരേന്ദ്രമോദിയോട് അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത്. നരേന്ദ്രമോദി കാപ്പ് കുടിക്കാൻ വിളിച്ചവൻ പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി, നിങ്ങൾക്ക് സംശയിക്കേണ്ട, ഒറ്റയ്ക്കൊന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിലൊന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളെ കബളിപ്പിക്കുകയാണ്. മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാവത്തിനതൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചേട്ടൻ. പിന്നെ അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ കള്ളത്തരം. ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ഇലക്ഷനിൽ നടക്കുന്ന വേലയുണ്ട്, കാലിത്തൊട്ട് വീഴുക, അമന്ന് വീഴുക, അതല്ലേ നടക്കുന്ന. ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5-6 പാത്രമാണ് കുടിക്കുന്നത്.
ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലിൽ നാക്കി വയ്ക്കുക. ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം. സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിൻ്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട്. അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിൻ്റെ പള്ളി ഇവിടെ അതിരിങ്കൽ പള്ളി, അവിടെയും കയറിയില്ല. ഇടപ്പള്ളിയിൽ മാതാവിൻ്റെ പള്ളി, അരൂരിൽ മാതാവിൻ്റെ പള്ളി, ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിൻ്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി. എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത്. മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചു മക്കളെ, ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, അമ്മമാരെ, വൃദ്ധരെ കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞത്. നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇൻകം ടാക്സുകാരൻ വീട്ടിൽ വരും. ചെമ്പിനകത്ത് ബിരിയാണി കൊടുത്തയച്ചെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരാ. സ്വർണ്ണ പ്ലേറ്റാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കണം. നമ്മൾ ഞാൻ ഇതിനു മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന ഒരാളെ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ. ഒന്ന് MG രാമചന്ദ്രൻ, വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ. അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ NT രാമറാവു, തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ. ഇവർ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ണും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടാണ് MG രാമചന്ദ്രൻ്റെ കിഡ്നി അടിച്ചു പോയെന്നാണ് പറയുന്നത്. കാരണം ഇത് വയറ്റിന് ചേർന്ന സാധനമല്ല. അങ്ങനെ കിഡ്നി അടിച്ചു പോകാനോണെന്ന് അറിയില്ല. ഇയാൾ സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു. പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും. ഒറിജിനൽ സ്വർണ്ണമാണെങ്കിൽ പിന്നെയും പിടിച്ച് കഴിക്കാം. ഈ കിരീടത്തിൽ ചെയ്തുള്ള പരിപാടിയാണെങ്കിൽ, ഇപ്പം കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത്, കിരീടത്തിൻ്റെ പണിത മേശരി പറയുന്നത്, തട്ടാർ പറയുന്നത് കുറച്ച് പവൻ തന്നു, ബാക്കി ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് 4 പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 പവനിൽ നിന്ന് തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണും അതിനകത്ത്. അതിനാണ് നമ്മൾ പറയുന്നത്, ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, കോപ്പർ ഔട്ട് എന്ന് പറയും. അതായത് ചെമ്പ് പുറത്ത്, കള്ളത്തരങ്ങൾ പുറത്തു വരുന്നതാണ് ഇതൊക്കെ. ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല, എന്താണ് ചെയ്യുന്നത്? ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും, പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും, ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും, നായന്മാരത്ത് ചെല്ലുമ്പോൾ നായരാന്ന് പറയും, ഈഴവരടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കമ്പിളി ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളാന്ന് പറയും. ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും. വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നാണ്. ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ ആക്രമിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ നാട്ടിലൊരു തമാശ കേൾക്കാം. ഇവിടെ രാഹുൽ ഗാന്ധിയെ നമ്മളെന്തിനാ തിരഞ്ഞെടുത്ത് വിട്ടത്? അപ്പോൾ പറഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും വിശ്വസിക്കാം. കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഏത് ഭൂരിപക്ഷം തികയാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും. ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു അതുകൊണ്ടാണ് ഇവിടെ 18 സീറ്റ് കിട്ടിയത്. ഇവിടെ 18 സീറ്റ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ച് ഇയാൾ ഒറ്റ കക്ഷിയാകുമ്പോൾ വലിയ ഒറ്റ കക്ഷിയാകുന്ന കുറയ്ക്കേണ്ട, LDFന് കൊടുക്കാനേക്കാൾ അവിടെ കൂടെ രണ്ടുപേരും എന്തായാലും BJPക്ക് എതിരാ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ, ഇയാളെ കൂടെ നിൽക്കും. ഇയാൾ അവിടെ വെച്ച് ഇയാള് പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടും. ആര് രാഹുൽ ഗാന്ധി പിടിച്ചു കെട്ടും എന്ന് മനോരമ പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചതേ നമ്മൾ കണ്ടുള്ളൂ, പിടിച്ചു കെട്ടിയില്ല. പിന്നെ ഒരാള് പ്രധാനമന്ത്രി ആയാലേ കസേരയിലിരിക്കും നിർബന്ധം പിടിക്കാമോ? ശരി, പാർട്ടി തോറ്റു, മുന്നണി തോറ്റു, BJP അധികാരത്തിൽ വന്നു. ഈ ചെറുപ്പക്കാരൻ ഈ കന്യാകുമാരിയിൽ നിന്ന് ഈ റോഡിൽ കൂടെ കിടന്ന് തെണ്ടിത്തിരിയാതെ ഇയാൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി ഏറ്റെടുത്തില്ല? ഇയാൾ പാർലമെന്റിൽ ജയിച്ചു വന്നല്ലോ, ലോകസഭയിൽ. ഇദ്ദേഹം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന് BJP സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായില്ല? അത് വേറൊരാളുടെ തലയിൽ വെച്ചിട്ട് മിക്കവാറും ദിവസവും വിദേശയാത്രയും ധ്യാനം, ഹിമാലയം, എവിടേക്കാണ് പോകുന്ന ആർക്ക് പറഞ്ഞു, എവിടെ പോയി എന്ന് സ്വന്തം പെറ്റതള്ളയ്ക്ക് പോലും അറിയാത്ത രീതിയിലുള്ള യാത്രകളാണ്. കോൺഗ്രസ്സുകാരോട് വെച്ചാൽ അറിഞ്ഞേ കൂടാ എവിടെ രാഹുൽ ഗാന്ധി ഇന്ന്. എന്നാൽ അയാളെ കൂടെ ഈ ബോവനമോളിയിലെ പൂച്ചയെ കണക്ക് ഒരാൾ നടപ്പുണ്ട്. ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ? ബോവനമോളി ടോംസിൻ്റെ ബോവനമോളി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ബോവനമോളി. അതിൽ ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം, എല്ലാ ചതുരത്തിനകത്തും ബോവനമോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി ചാടാണ്. പൂച്ച ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ്, എണീറ്റൊക്കെ നിൽക്കും ചിലപ്പോൾ ടോംസിൻ്റെ വരപ്പിൽ. ചിലർ പറയുന്നത് പട്ടിയാന്ന് പറഞ്ഞു, ഞാൻ ഇനി പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് അസഭ്യമാവേണ്ട, പൂച്ച എന്ന് വിളിക്കാം. പൂച്ചയാകുമ്പോൾ വലിയ അപകടമില്ല. അപ്പോൾ ഈ പൂച്ച എല്ലായിടത്തും കാണാം. പക്ഷേ ഇന്ന് വരെ ആയിരക്കണക്കിന് ബോവനമോളി നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ പൂച്ച ഇന്ന് വരെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പൂച്ച ചട്ടി കയറി മീൻ എടുത്തേക്കും എന്ന് ബോവനമോളിയുടെ അമ്മച്ചി പറയും. എടാ ചട്ടി അടച്ചു വീടാ, പൂച്ച കയറി തിന്നും എന്ന് പറയുന്നതല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം.
ശ്രദ്ധിച്ചിട്ടുണ്ട്, അയാളെ പൂച്ചയായിട്ട് എല്ലായിടത്തും കണ്ടുകൂടെ. ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ, ഓവൻ്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഇപ്പം നന്നാക്കുന്ന ഒരു യാത്ര നടത്തി. കാശ്മീരിൽ ചെന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ് വാരി എറിഞ്ഞ് കളിച്ചേച്ച് പോന്നു. കാശ്മീർ എന്ന സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനെ പറ്റി അവിടെ വെച്ച് മിണ്ടിയില്ല. അവർക്ക് നൽകിയിരുന്ന പ്രത്യേക പരിഗണനയെക്കുറിച്ച് മിണ്ടിയില്ല. അതെടുത്തു കളഞ്ഞതിനെ പറ്റി മിണ്ടിയില്ല. ഭരണഘടനയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു കാശ്മീരിൻ്റെ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ. അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. പകരം ഇവരെല്ലാം കൂടെ ഐസ് കട്ട ഉരുട്ടി എറിയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മഞ്ഞുരുക്കിയിട്ട് ഉരുട്ടിയിട്ട് ചേച്ചി അനിയനും പിന്നെ പൂച്ചക്കുഞ്ഞും പിന്നെ പൂച്ചക്കുട്ടിയും പിന്നെ മറ്റേ ഇവിടുന്ന് പോയ പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനും പോയിരുന്നു. ചെരുപ്പിടാതെ എന്തോ ഒരു അന്യായം എന്ന് ആലോചിച്ച് നോക്കി. ഈ ചെരുപ്പിടാതെ ഈ താരട്ട റോഡിൽ കൂടെ നടന്നു പോയിട്ടോ അങ്ങ് എന്നപ്പം ഈ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള കോൺഗ്രസ്സുകാരിലെ പ്രധാനപ്പെട്ടവരെല്ലാം BJP ചേർന്നു. കാരണം നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തും. അപ്പോൾ കുടിയൊക്കെ പിടിച്ചിട്ട് ഈ ഗുലാബ് സിന്ദാബാദ് നമ്മളിങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ കണ്ട് നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരണം എന്ന് മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അവരെ മെമ്പർഷിപ്പ് ചേർക്കുന്നു. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു. കാരണം BJPക്ക് അന്നേ ഉള്ളൂ, കോൺഗ്രസിനല്ല കേട്ടോ. കിഴക്കുന്ന് പടിഞ്ഞാറോട്ടൊരു വരെ വന്നു. മഹാരാഷ്ട്രയിൽ വന്നപ്പം എല്ലാവരും BJP ചേർന്നു. പിന്നെ ആരുമില്ല, സ്വീകരിക്കാൻ പോലും ആളില്ല, അവരെല്ലാം ചേർത്ത് കൊടുത്ത്. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും. അങ്ങ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് മഹാരാഷ്ട്ര പടിഞ്ഞാറ് വരെയും അദ്ദേഹം നടത്തിയ യാത്ര BJPക്ക് ആളെ എടുക്കാനുള്ള പരിപാടിയായിരുന്നു, ആളെ കൂട്ടി കൊടുക്കാൻ. കേരളത്തിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി BJP ചേരാൻ ബാക്കിയുണ്ടോ? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇനി ചേരാൻ ബാക്കിയുണ്ടോ? എന്നെ മരിച്ചുപോയതോ മരിച്ചവരൊക്കെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ എല്ലാ മക്കൾ, മോനെ ബഹളം വേണ്ട, ഇല്ല അവരെവിടെ നിന്നോട്ടെ, അവരെന്തോട്ടെ, കുഴപ്പമില്ല, അവരെന്നോട്ടെ, കുഴപ്പമില്ല, ഒന്നും പറയില്ലേ, ഒന്നും പറയില്ലേ. ഇല്ല നമുക്ക് കേൾക്കാമല്ലോ, സൗണ്ട് കേൾക്കാം. ഞാൻ സ്പീക്കർ എടുത്തിരിക്കും, സൗണ്ട് കേൾക്കാം. പത്രം റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അവരവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല മോനെ, അവിടെ സമാധാനപ്പെടും. ഇത് കേൾക്കാമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ അങ്ങടുത്തോട്ട് വരാം, നമുക്ക് ബാക്കി അവിടെ സംസാരിക്കാം. ധൈര്യമായിട്ടിരി. നമ്മൾ മനസ്സിലാക്കട്ടെ, ഇങ്ങനെ ബഹളം ഉണ്ടാക്കി അതിൻ്റെ ശ്രദ്ധ പോകും കേട്ടോ. ഇപ്പം എവിടെ നിർത്തിയെന്ന് മറന്നുപോയി. എന്തോ പറഞ്ഞോണ്ടിരുന്നേ മറന്നുപോയല്ലോ. യാത്ര പോയി, ഇദ്ദേഹം യാത്ര പോയിട്ട് മഞ്ഞൊക്കെ ഉരുട്ടി എറിഞ്ഞ് തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ എന്താ, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മുൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും BJP ചേർന്ന് കഴിഞ്ഞു. പിന്നെ മരിച്ചുപോയവരുടെയും മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയും മക്കളും ഇപ്പോൾ ചേർന്ന് തുടങ്ങി. കാരണം ലീഡർ മരിച്ചു, ലീഡറുടെ മകള് ചേർന്നു. ആന്റണി സാറ് തിരുവനന്തപുരത്തുണ്ട്, മരിച്ചില്ല എന്നേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നു. ഇപ്പം പത്തനംതിട്ടയുള്ള കോൺഗ്രസ്സുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും 2-3 വട്ടം മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും വർക്കിംഗ് കമ്മിറ്റി അംഗവുമൊക്കെ ആയ ശ്രീ AK ആന്റണിക്ക് വോട്ട് ചെയ്യണോ ആൻഡോ ആന്റണിക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. മോനെ ആ വിഷയം അവസാനിച്ച്. അവർ പത്രപ്രവർത്തകരാണ്, അവരിത് കവർ ചെയ്യേണ്ടവരാണ്. ആ വിഷയം അവസാനിച്ചു. നമ്മളിപ്പം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ വിഷയം അവസാനിച്ച്. ഇത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാലേ വിചാരിക്കും നിങ്ങൾ മറ്റേ ഡൽഹിയിൽ നിന്ന് പറഞ്ഞു വിട്ട ആൾക്കാരാണ് തെറ്റിദ്ധരിക്കും. അതൊന്നും ഇപ്പം അങ്ങനെ ചെയ്യല്ലേ. അപ്പോഴേ കഴിഞ്ഞില്ലേ അത്. ഇനി അവരെവിടെ സമാനമായിട്ടിരുന്നേ, നമ്മൾ വോളണ്ടിയേഴ്സ് ഒന്ന് സമാനം പാലിച്ചാൽ മതി. അപ്പം പത്തനംതിട്ടയിലെ സ്ഥിതി എന്താ? ഇപ്പം 2 പേര് മത്സരിക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് AK ആന്റണി, അനിൽ K ആന്റണി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ അയാൾ താമര, ആൻഡോ ആന്റണി. ഇതിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇവർ 2 പേർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസ്സുകാർ AK ആന്റണിയെ ആൻഡോ ആന്റണിയോ കണ്ടാൽ കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ട് AK ആന്റണിക്ക് വോട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ AK ആന്റണി എഴുതി, ഇപ്പോൾ അനിൽ K ആന്റണി എഴുതുന്നുണ്ടെങ്കിൽ അത് AK ആന്റണി ആണല്ലോ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ 2 വശത്ത് വോട്ട് ചെയ്യുമ്പോൾ നാടിനെ സ്നേഹിക്കുന്നവർ തോമസ് ഐസക്കിന് വോട്ട് ചെയ്യും. അപ്പോൾ തോമസ് ഐസക്ക് 100-200% ജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് രാവിലെ ED ഇറങ്ങിയിരിക്കുകയാണ് തോമസ് ഐസക്കിനെ പിടിക്കാൻ. എന്തിനാണ് ED പിടിക്കാൻ പോകുന്നത്? ധനകാര്യമന്ത്രി എന്ന നിലയിൽ മസാല ബോണ്ടിറക്കി. മന്ത്രി എന്ന നിലയിൽ മന്ത്രിസഭയുടെ തീരുമാനം. അതിന് ഒരു മന്ത്രിയെ വീട്ടിൽ പോയി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല ബോണ്ടിറക്കിയത്, വികസനം കൊണ്ടുവരാനാണ്. ഇവിടെ നമ്മുടെ ചിഞ്ചിറാണി മിനിസ്റ്റർ പറയുണ്ടായി 1400 കോടിയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇടതുപക്ഷ മുന്നണി സർക്കാർ സഖാവ് പിണറായി വിജയനും
അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ നയങ്ങളും കിഫ്ബി അടക്കമുള്ള വൻകിട പദ്ധതികളുമാണ്. 1400 കോടിയുടെ വികസനം ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത് അഭൂതപൂർവമായ അത്ഭുതകരമായ ഒരു മാറ്റമാണ്. ആ മാറ്റം മുന്നോട്ട് കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ മഹത്തായ നേട്ടം കൈവരിച്ചത്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. അദ്ദേഹത്തെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ മണ്ണിലേക്ക്, കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. കഴിഞ്ഞ തവണത്തെ അബദ്ധം നമുക്ക് പറ്റാൻ പാടില്ല. ഇവിടെ നിന്ന് 18 പേർ പാർലമെൻറ്റിൽ പോയിട്ട് കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധിക്ക് സീറ്റ് ഉറപ്പായി. തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച പ്രതാപൻ പറഞ്ഞു, നരേന്ദ്രമോദിയെയും അമിത്ഷായുടെ മുമ്പിൽ വിരൽ ചൂണ്ടി ചോദിച്ചവൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. വിരൽ ചൂണ്ടിയവന് സീറ്റില്ല. കേരളത്തിൽ 18 എംപിമാരുള്ളതിൽ വിരൽ ചൂണ്ടിയവന് മാത്രം സീറ്റില്ല. കെട്ടിപ്പിടിച്ചവന് സീറ്റുള്ള കോൺഗ്രസിനെ വിശ്വസിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും കോൺഗ്രസിലെ മുഴുവൻ ആളുകളും BJPയിൽ ചേരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചവരും മരിച്ചവനൊപ്പം ജീവിച്ചിരിക്കുന്നവരായ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മക്കളും BJPയിൽ ചേർന്നു. എങ്ങനെ വിശ്വസിക്കും? കൊല്ലത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളൊരു UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിട്ടാൽ അയാൾ 5 കൊല്ലവും BJPക്കെതിരെ പോരാടുമെന്ന് ഉറപ്പ് പറയാൻ ഇവിടെ ഇരിക്കുന്നവർക്കോ, എന്തിന് പുറത്തു നിൽക്കുന്നവർക്കോ, UDFകാർക്കോ ആ സ്ഥാനാർത്ഥിക്കെങ്കിലും കഴിയുമെങ്കിൽ അവർ പറയുന്ന ഏത് പണിയും ചെയ്യാം. സ്തുതി പാടുകയാണ് നരേന്ദ്രമോദിക്ക്. സ്വകാര്യ സംഭാഷണങ്ങളിൽ സ്തുതി പാടുന്ന കൊല്ലം പാർലമെന്റിലെ UDF സ്ഥാനാർത്ഥി. വിരുന്നുണ്ണാൻ പോയതൊന്നും നമുക്ക് പ്രശ്നമല്ല. വിരുന്നുണ്ണാൻ എന്ത് തേങ്ങയാണ്? അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ ഒരു ഹിന്ദി പടത്തിൽ പറയും, ഫ്രീ ആയിട്ട് ഫുഡുണ്ടോ എന്നാൽ 100 കിലോമീറ്റർ വേണം കാർ പിടിച്ചു പോകാമെന്ന് പറയുന്ന പോലെ ചിലർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് തിന്നാൻ എവിടെയും പോകും. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോയതിനെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ വിധേയത്വം, അടിമത്വം, ഇവിടെ നമുക്കറിയാം. ഇവിടുത്തെ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തപ്പോഴൊക്കെയുള്ള സംഭവങ്ങൾ അറിയാം. എല്ലാം നരേന്ദ്രമോദിയുടെ പക്ഷത്താണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും BJPയോടൊപ്പമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ BJP ചേരാൻ കൂടെ നടക്കുന്ന ചവറയിലെ തോറ്റ സ്ഥാനാർത്ഥിയുടെ അനുവാദം പോലും വേണ്ട. അയാൾ ഇതിനേക്കാളും വലിയ BJP ഭക്തനാണ്. മന്ത്രിയായിരിക്കെ ഷിബു ബേബി ജോൺ ഗുജറാത്ത് സന്ദർശിച്ചു പറഞ്ഞു, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇയാൾ മന്ത്രിയാ, അവിടെയൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം. കൊതിയല്ല, കച്ചവടക്കാരൻ്റെ കൊതിയെല്ലാം ഗുജറാത്തിൽ കിടക്കുക. അവിടെ കണ്ടു പഠിക്കാനൊന്നുമില്ല. പാവപ്പെട്ടവർ സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിട്ടേ തെരുവിൽ റോഡിൻ്റെ സൈഡിൽ ടാർപ്പ വലിച്ചു കെട്ടി കിടക്കുകയാണ്. വലിയ പാലങ്ങളുടെ, മോഡി പണിയുന്ന വലിയ പാടങ്ങളുടെയൊക്കെ അടിയിൽ കിടക്കുകയാണ്. ഗുജറാത്തിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം. BJPക്കാർക്ക് തർക്കമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ ഫോണിൽ കിടപ്പുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ. തെരുവിലാണ് ഉറങ്ങുന്നത്. കേരളത്തിൽ ആരെങ്കിലും തെരുവിൽ ഉറങ്ങുന്നുണ്ടോ? ലക്ഷക്കണക്കിന് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പിലാക്കിയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. ആ പദ്ധതിയിലൂടെ ആരെങ്കിലും തെരുവിൽ കിടക്കുന്നുണ്ടോ? കേരളത്തിൽ ആർക്കെങ്കിലും പട്ടിണിയുണ്ടോ? ദാരിദ്ര്യമുണ്ടോ? പെൺകുട്ടികളെയും കൊണ്ട് തെരുവോരത്ത് കയർ കട്ടിലിട്ട് കിടക്കുന്ന അമ്മമാരെയും രക്ഷകർത്താക്കളെയും നമുക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയും. നഗരത്തിലല്ല, നഗരം അങ്ങോട്ട് വിട്ടാൽ കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, ദീർഘിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നു, ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി സംസാരിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടി, ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾ, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ദളിതരും ജൈനരും ബുദ്ധമതക്കാരും സിഖ് മതക്കാരും എല്ലാവരും സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഭാരതം എന്ന നമ്മുടെ സ്വപ്നമുണ്ട്. വൈവിധ്യങ്ങളുടെ ഏകത്വമായ ഭാരതം എന്ന ഭരണഘടനയും അതിൻ്റെ സങ്കല്പമുണ്ട്. ആ ഭരണഘടനയെ രക്ഷിക്കാൻ, ഭാരതത്തിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മതേതരത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം അണിനിരക്കണം. 20 പാർലമെന്റ് സീറ്റിലും ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമ്പോൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന നമ്മുടെ പ്രിയങ്കരനായ മുകേഷ്, ഒരുപക്ഷെ മോഹൻലാൽ, മുകേഷ്, ഈ 2 വ്യക്തികളോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ള മുകേഷിൻ്റെ കൂടെയാണ്. മുകേഷ് ഹീറോയും, ഞാൻ വില്ലനുമായി ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുകേഷ് ഒരു സാധാരണക്കാരനാണ്. ട്രോളൊന്നും അടിക്കണ്ട. കാരണം എന്തറിയാം, അയാളൊരു മനുഷ്യനാണ്. 1:30 മണിക്ക് വിളിച്ചാൽ വേറെ പണിയില്ലേടാന്ന് ചോദിക്കും. അതിന് ഒരു തെറ്റുമില്ല. 1:30 മണിക്ക് ഫോൺ വിളിച്ചവൻ്റെ ഫോൺ എടുത്തതാണ് തെറ്റ് എന്ന് ഞാൻ പറയും. പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. 1:30 മണിക്കല്ല ഒരാളെ വിളിച്ച് ശല്യം ചെയ്യേണ്ടത്. മനുഷ്യൻ തളർന്നു വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാൻ ഇഷ്ടപ്പെടൂ? ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് സഹോദരിമാർക്ക് ഇഷ്ടപ്പെടൂ? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പം 1:30 മണിക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയാൻ സമയമുണ്ടല്ലോ. നേരം വെളുത്ത് സൂര്യ ഉദിച്ചു കഴിഞ്ഞ സമയമുണ്ടല്ലോ. അപ്പോഴല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളിനെ കുറ്റം, ഒരു MLA ഒക്കെ ശരിയാ എന്ന് കരുതി 1:30 മണിക്ക് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്നത്. അതിന് ആ വക ന്യായങ്ങളും അത്തരം ട്രോളുകളും ഒന്നും മുഖവിലേക്ക് ഇടകണ്ട.
ഈ കേരളത്തിലെ പത്രങ്ങൾ പറഞ്ഞത്, സോഷ്യൽ മീഡിയ പറഞ്ഞത് പലതും തട്ടിപ്പായിരുന്നു എന്ന് കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. ഒരു ഗവൺമെൻറ്, ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രധാനം. അത് പരിഗണിച്ചുകൊണ്ട് പ്രിയങ്കരനായ മുകേഷ് കഴിഞ്ഞ 8 വർഷവും കൊല്ലം അസംബ്ലി മണ്ഡലത്തിന് വേണ്ടി ചർച്ചയുടെ നല്ല കാര്യങ്ങൾ, ഗുരുദേവന്റെ നാമത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കൺവെൻഷൻ സെന്റർ അടക്കം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത മുകേഷിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുകൊണ്ട് അഭിമാനത്തോടെ പറയാം, മുകേഷിനെ നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിങ്ങളുടെ സ്നേഹമുള്ളൊരു സഹോദരനായി, നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങളെ രസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന മുകേഷിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.